ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എല്ലാ ദിവസവും ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം എൻട്രി നമുക്കറിയാം. അതായത് ബ്രേക്ക് ഔട്ട് ആയതിനു ശേഷം നല്ലൊരു പുതിയൊരു ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ നമുക്ക് വാങ്ങാമെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് നമുക്ക് എപ്പോൾ എക്സിറ്റ് ആവണം എന്നുള്ളത് അറിയാൻ ചിലർക്ക് കൺഫ്യൂഷനാണ് അല്ലേ. അത് കാരണം പലരും മെസ്സേജ് അയക്കും, നമുക്കത് ആദ്യം ഒന്ന് കയറി പിന്നെ അതപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എന്താ വേണ്ട, സെല് ചെയ്യണോ അതോ ഹോൾഡ് ചെയ്യണോ, ഇങ്ങനെ പലരും മെസ്സേജ് അയക്കും. അപ്പോൾ ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്തണം, ബ്രേക്ക് ഔട്ടിന് ശേഷം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചോട്ടിക്കിറങ്ങാം, ചിലപ്പോൾ കുറച്ച് മുന്നേറി ചോട്ടിക്കിറങ്ങാം. അതല്ലാത്ത പക്ഷം ചിലത് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ റിവേഴ്സ് അടിക്കാം, ചിലത് ടാർഗറ്റും ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാം അല്ലേ. അപ്പോൾ ഇതിലെല്ലാത്തിലും നമുക്ക് എക്സിറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോൾ എക്സിറ്റ് ആവണം എന്നറിയാൻ എല്ലാവർക്കും അങ്ങനെ അറിയണമെന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോണത്. എപ്പോഴും നമ്മൾ നമ്മുടെ ബ്രേക്ക് ഔട്ട് ക്രോസ് ചെയ്യില്ലേ, ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും റിവേഴ്സ് അടിച്ച് ചിലപ്പോൾ ബ്രേക്ക് ഔട്ടിൽ തട്ടി സപ്പോർട്ട് എടുത്ത് വീണ്ടും കയറി പോവുകയാണെങ്കിൽ അത് കുറച്ചും കൂടി കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതെല്ലാം ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ചെയ്ത് ചോട്ടിലേക്ക് പോവുകയാണെങ്കിൽ, ബ്രേക്ക് ഡൗൺ ആയി പോവുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ എക്സിറ്റ് ആവണമെന്നല്ല. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സേവ് ആവും. അതല്ലാത്ത പക്ഷം എന്താണ്, ബ്രേക്ക് ഔട്ടിന് ശേഷം കയറി ഒരു ഹയർ ഹൈ ഫോർമേഷനിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം. അപ്പോൾ അതിന് മുമ്പത്തെ ഹൈ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചോട്ടിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ എക്സിറ്റ് ആവണം. ഓക്കെ, നിറയെ ഹൈ വരും, അതായത് ഈ ലെവലിൽ പോവാം, ഇങ്ങനെ കയറി പോവാം. അപ്പോൾ നമ്മുടെ ഈ ഓരോ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോവില്ലേ, അപ്പോൾ മുകളിലെത്തിയിട്ട് ഇപ്പോൾ ചോട്ടിലേക്ക് വരുമ്പോൾ പഴയ ഹൈ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആ സമയത്ത് എക്സിറ്റ് ആവുകയാണ് ഏറ്റവും ഉത്തമം. കാരണം അത് ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ പിന്നെ ചോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഓരോ ഹൈ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചോട്ടിലേക്ക് ഇറങ്ങുന്തോറും ആ ഒരു ചോട്ടിലേക്ക് പോകുന്നതിൻ്റെ ആഘാതം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ എക്സിറ്റ് ഞാൻ ഗ്രാഫിലൂടെ കാണിച്ചു തരാം. കറക്റ്റായിട്ട് നമ്മൾ ഒരു പഴയ ഹൈ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇറങ്ങുമ്പോഴാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയെന്നുള്ളത് നമുക്ക് നമ്മുടെ ഗ്രാഫിലൂടെ കണ്ട് മനസ്സിലാക്കി കുറച്ചും കൂടി ചിലപ്പോൾ അറിയാനിടയാവും. അപ്പോൾ നമുക്ക് ഈ കൺഫ്യൂഷൻ ഇല്ല, സെല് ചെയ്യണോ അതോ ഹോൾഡ് ചെയ്യണോ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പിന്നെ ഒരു അർത്ഥമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പുതിയതായിട്ട് ആർക്കെങ്കിലും സെറോധയുടെ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ട്, അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം നമുക്കതിന് ഉദാഹരണത്തിന് ഈ ഒരു ചാർട്ട് എടുത്ത് നോക്കാം. ഇത് റിലയൻസിൻ്റെ ഒരു ചാർട്ടാണ്. അപ്പോൾ ഇതിലൊരു അപ് ട്രെൻഡാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഡൗൺ ട്രെൻഡ് തീർന്നതിന് ശേഷം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എവിടെ എൻട്രി എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും അല്ലേ. ഈ ഒരു പോയിന്റ് നമ്മൾ എൻട്രി ആയിട്ട് എടുക്കും. അപ്പോൾ ഇത് എൻട്രി എടുത്തതിന് ശേഷം കറക്റ്റാണ് ഒരു ഹയർ ഹൈ ഫോർമേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഇവിടുന്ന് നമുക്ക് തുടങ്ങി ഏകദേശം ഇത് ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളിപ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്തെന്ന് വിചാരിക്കുക, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു സ്ലോപ്പായി, ഇവിടുന്ന് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഈ ഒരു ലെവൽ ബ്രേക്ക് ആയിട്ടില്ല അല്ലേ. സോ ഇത് കയറി വീണ്ടും ഇവിടെ നിന്ന് തിരിച്ചൊരു ഡൗൺ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ പഴയ ഹൈ ബ്രേക്ക് ആയിട്ടില്ല, കറക്റ്റ് അല്ലേ. അപ്പോൾ വീണ്ടും പോയി പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്രേക്കായി അല്ലേ. ഈ ബ്രേക്ക് ആയതിന് ശേഷം പിന്നെ ഡയറക്റ്റ് ചോട്ടിലേക്കാണ് പോയത്. സോ നമ്മുടെ ഈ പഴയ ഹൈ ബ്രേക്ക് ആയത് എവിടെയാണ്, ഈ ഒരു ലെവൽ അല്ലേ. സോ നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ എക്സിറ്റ്, കറക്റ്റ് ഇവിടെ ആയിരിക്കും നമ്മുടെ എക്സിറ്റ് അല്ലേ. ഇവിടെ നിന്നും നമുക്ക് കറക്റ്റായിട്ട്, അതായത് ഈ ഒരു ലൈനെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ശരിക്കും നമ്മുടെ പഴയ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല, എവിടെ ഈ ഒരു ഭാഗത്ത് അല്ലേ. ഇവിടത്തിന് മുകളിലേക്ക്, അതായത് ഈ ഹൈ ബ്രേക്ക് ചെയ്യാതെ കയറി പോവുകയാണ് ചെയ്തിരിക്കുന്നത്. നേരെ ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എന്തായാലും ഇറങ്ങിക്കൊണ്ടിരിക്കും. സോ ബ്രേക്ക് ആയത് ഇപ്പുറത്താണ്, കറക്റ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ആയതിനു ശേഷം വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. സോ ഇവിടെ ചെറിയൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോയി, കറക്റ്റ് അല്ലേ. സോ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി വേറൊന്ന് നോക്കാം. അതേപോലെ തന്നെ ഡൗൺ ട്രെൻഡിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചാർട്ട്, റിലയൻസിൻ്റെ തന്നെ ഈ ഒരു ചാർട്ട് എടുത്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു അപ് ട്രെൻഡാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എൻട്രി എടുക്കും അല്ലേ. എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു ഹയർ ഹൈ ഫോർമേഷനിലായിരിക്കും പോവുക. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഒന്നുകൂടി. സോ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി. ഓക്കെ, വീണ്ടും ഈ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ഹൈ, വീണ്ടും ഒരു ലോ, വീണ്ടും ഒരു ഹൈ, വീണ്ടും ഒരു ലോ, വീണ്ടും ഒരു ഹൈ അല്ലേ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മുകളിൽ പോയിട്ട് അടുത്തത് ബ്രേക്ക് ആയിട്ടില്ല, 2 തവണ അവിടെ തന്നെ സപ്പോർട്ട് എടുത്ത്
ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ബ്രേക്ക് ഡൗൺ ചെയ്തത് ഈ ഒരു നമ്മുടെ പഴയ ഹൈ ലോ ബ്രേക്ക് ചെയ്തു അല്ലേ, ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഹൈ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ എക്സിറ്റ്. അപ്പോൾ അതിനുശേഷം നല്ല ഒരു ഡൗണിലേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, സോ ഇതായിരിക്കണം നമ്മുടെ എക്സിറ്റ്. ഇപ്പോൾ നമ്മൾ എപ്പോൾ നോക്കുമ്പോഴും ശരി ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ ആ അപ് ട്രെൻഡ് അവസാനിക്കുന്നിടത്ത് നിന്ന് പിന്നെ ചോട്ടിലേക്ക് ഇറങ്ങി നമ്മുടെ പഴയ ആ ഹൈ ലോ ബ്രേക്ക് ചെയ്യുന്ന ആ പൊസിഷൻ ആയിരിക്കണം നമ്മുടെ എക്സിറ്റ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ടൈമിൽ നമുക്ക് എൻട്രി ബ്രേക്ക് ഔട്ട് സമയം എടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എക്സിറ്റും ഇതേപോലെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതേ 1 മണിക്കൂറിൽ ചിലപ്പോൾ ആ ബ്രേക്ക് ഔട്ട് ലൈൻ തിരിച്ച് ഇറങ്ങുകയാണെങ്കിൽ അവിടെ നമ്മൾ എക്സിറ്റ് അടിക്കണം. ഈ ബ്രേക്ക് ഔട്ട് ലൈൻ ക്രോസ് ചെയ്ത് ചോട്ടിലേക്ക് ഇറങ്ങി ചിലപ്പോൾ വീണ്ടും തിരിച്ച് കയറി റീടെസ്റ്റ് അടിച്ച് പോവാം. പക്ഷേ എല്ലാവർക്കും അത് ഒരു സമാധാനത്തോടെ ഇരുന്ന് നോക്കണമെന്ന് ഉണ്ടായിന്ന് വരില്ല. പലർക്കും ഇത് ഇറങ്ങുകയെന്ന് കണ്ടാൽ തന്നെ അപ്പം തന്നെ അയ്യോ സെല്ല് ചെയ്യണോ ഹോൾഡ് ചെയ്യണോ സെല്ല് ചെയ്യണോ അങ്ങനെ ഒരു ചിന്താഗതി വരും. ഇപ്പോൾ എത്ര വലിയ ട്രേഡർ ആണെങ്കിലും ശരി ഇത്തരത്തിൽ തന്നെ ആയിരിക്കും ചെയ്യുക. അല്ലാതെ അവർ ടെൻഷൻ അടിച്ചുകൊണ്ട് മറ്റൊരാളോട് ചോദിക്കുന്ന പരിപാടി അവർക്ക് ഉണ്ടാവില്ല. സോ നമ്മളെല്ലാവരും അത്തരത്തിൽ മാറാൻ ശ്രമിക്കുക. നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കാതെ ഇത്തരത്തിൽ ബ്രേക്ക് ആയതിനു ശേഷം ഇത്തരത്തിൽ മൂവ്മെൻറ്റ് നോക്കി തിരിച്ചിറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ പഴയൊരു ഹൈ ലോ ബ്രേക്ക് ചെയ്ത് ചോട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും അപ്പം നമ്മൾ എക്സിറ്റ് ആവണം എന്നുള്ളൊരു ചിന്താഗതി മനസ്സിൽ വയ്ക്കുക. ഓക്കെ, ഇത്തരത്തിലാവുമ്പോൾ നമുക്ക് എന്തായാലും പ്രോഫിറ്റ് പഴയ പ്രോഫിറ്റിൽ വെച്ചിട്ട് കുറച്ച് കുറയും, പക്ഷേ എന്നാലും നമുക്ക് പ്രോഫിറ്റ് കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും ഇത്തരത്തിൽ ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം കയറി പോകുമ്പോൾ എക്സിറ്റ് ആവേണ്ട ടൈം എങ്ങനെയാണെന്നുള്ളത് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.